മൂല്യം കൂപ്പുകുത്തിയതോടെ ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് പുതിയ റെക്കോർഡിൽ. ഒരു റിയാലിന് 230.15 രൂപ എന്ന നിരക്കാണ് ഒമാനിലെ പണമിടപാട് സ്ഥാപനങ്ങൾ ഇന്ന് നൽകിയത്. രൂപയുടെ ഇടിവിന് കാരണം അമേരിക്ക H-1B വിസ ഫീസ് കുത്തിനെ കൂട്ടിയതാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഏതാനും ദിവസങ്ങളായി റിയാൽ രൂപക്കെതിരെ കുതിപ്പ് നടത്തുന്നുണ്ടെങ്കിലും ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. US ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപ കൂപ്പുകുത്തുകയായിരുന്നു. വ്യാപാരം തുടങ്ങുമ്പോൾ 88.41 ആയിരുന്ന രൂപ 88.79 വരെ പോവുകയും അവസാനം 88.75 എന്ന നിരക്കിലാണ് ക്ലോസ് ചെയ്തത്. ആദ്യമായാണ് രൂപയ്ക്ക് ഒരു ദിവസം ഇത്രയും മൂല്യശോഷണം ഉണ്ടാകുന്നത്. പ്രധാനമായും അമേരിക്ക H-1B വിസ നിരക്ക് കുത്തനെ കൂട്ടിയതാണ് രൂപയുടെ ഇടിവിന് കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഓൾറെഡി തന്നെ ഒരു 50% തീരുവ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇതെല്ലാം തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയാനെ കൊണ്ട് കാരണമായിട്ടുണ്ട്. പ്രവാസികൾക്ക് ഇത് വളരെയധികം ആഹ്ലാദം പരത്തുന്ന ഒന്നാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ ധാരാളം ക്രൂഡ് ഓയിൽ, ഗോൾഡ് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. തീർച്ചയായും ഇത് ഇന്ത്യയുടെ വ്യാപാര കമ്മിയെ കൂട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം പണമിടപാട് സ്ഥാപനങ്ങളിൽ കാര്യമായ തിരക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. വിനിമയ നിരക്ക് 229 മുകളിൽ എത്തിയ സമയത്ത് തന്നെ ഭൂരിഭാഗം പേരും നാട്ടിലേക്ക് കാശ് അയച്ചിരുന്നു. വിനിമയ നിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉയർന്ന നിരക്കിനായി കാത്തിരിക്കുന്നവരുമുണ്ട്. മീഡിയ 1, മസ്കത്ത്.